ഒരു രാത്രി നടക്കുന്നൊരു സംഭവം, ആ സംഭവത്തിനെ ചൊല്ലിയിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതെങ്ങനെ റിസോൾവ് ആകും എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ വൺ നൈറ്റ് സ്റ്റോറീസ് ഒക്കെ പൊതുവെ മലയാളത്തിൽ കുറവാണ്. നമ്മൾ എനിക്ക് തോന്നുന്നത് അതിന് മുന്നേ വന്നിട്ടുള്ള വൺ നൈറ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ജാനമൻ പോലത്തെ സിനിമകളൊക്കെ. വൺ നൈറ്റ് സ്റ്റോറി കഥ പറയാൻ നമുക്ക് ഒരു എന്തൊക്കെ പറയുക റിസ്ക് എലിമെന്റ് ഉണ്ട്. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നൊരു സിനിമ, ഇത്രയും കഥാപാത്രങ്ങളുടെ സിനിമ, നമുക്ക് ഇവരൊന്നും എടുത്തെടുത്ത് ക്യാരക്ടറിനൊരു ഡെഫിനേഷൻ കൊടുത്ത് ഇതിനൊന്നും സമയമില്ല. നമ്മൾ നേരെ ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന പോലെ നേരെ സബ്ജക്റ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ തുടക്കം. ഒരു പകലും പിന്നെ രാത്രി തീരുമ്പോഴേക്ക് സിനിമ അവസാനിക്കും. അപ്പൊ ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് ആണ് ഞാൻ ഇതിൽ പലരോടും അച്ഛൻ ഉൾപ്പെടെ എല്ലാവരുടെ അടുത്തും നറേറ്റ് ചെയ്ത് ഈ സംഭവമാണ്. ആ സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. ആ ഇൻസിഡൻറ്റ് നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും ഇത് സിനിമയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ഇത് ഷൂട്ട് ചെയ്തതും. അല്ലെങ്കിൽ അത് രസകരമായിട്ടുള്ള കുറച്ച് നേരത്തെ പലപ്പോഴും ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലുള്ള കോമഡി ഒന്നും സിനിമയിൽ കാണാറില്ലല്ലോ എന്നുള്ള പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ വലിയൊരു കോമഡി പടവും അല്ല, എന്നാലും വളരെ സിറ്റുവേഷനിലായിട്ടുള്ള ചെറിയ ചെറിയ നടന മുഹൂർത്തങ്ങളൊക്കെയുള്ള അത്യാവശ്യം പുതിയ ജനറേഷനിലുള്ളതും പിള്ളേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ സിനിമ. ലിറ്ററലി ചെറിയ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അച്ഛൻ, സൈജുവേട്ടൻ ഇവിടെ വരാതെ, അജു ഇവിടെ വന്നിട്ടില്ല, സുരഭി, തൻവി ഇവിടെ വന്നിട്ടുള്ള, പിന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സുധീഷ് എന്തായാലും 28 നാളെ റിലീസാവുന്നു. വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട. നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു സിനിമകൾ, വലിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, വലിയ സ്കെയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ സിനിമകൾ ഉണ്ടാകുമ്പോൾ, വലിയ ബജറ്റിൽ ഉണ്ടാകുന്ന സിനിമകൾ വലിയ വിജയം ഉണ്ടാകുന്നു. ഇപ്പോൾ ജനറലി നമ്മൾ കണ്ടുവരുന്ന കുഞ്ഞു സിനിമകൾ ഓടാൻ അല്ലെങ്കിൽ കുഞ്ഞു സിനിമകൾ ആൾക്കാരിലോട്ട് എത്താനൊക്കെ ഒരു സമയം എടുക്കുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെയാണ് കുഞ്ഞു സിനിമകൾ കയറിപ്പോണ്ടാകുക. ആ രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ചാനൽസിലും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം തിയേറ്ററിലും റിഫ്ലക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ ഫെബ്രുവരി 28 എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. അത്രയും. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പല ഇന്റർവ്യൂകളൊക്കെ അവിടെ ഇവിടെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. നാളെ ഇതിൻ്റെ റിലീസാണ്. ഒരൊറ്റ രാത്രി കഥയാണ്. ഞാനും മജു വർഗീസും 2 പേര് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ എന്ന് വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പരിചയമുള്ള എല്ലാ പോലീസുകാരും ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല, എങ്കിലും നമുക്ക് കണ്ടുപരിചയമുള്ള പോലീസുകാരുടെയൊക്കെ ചില സ്വഭാവങ്ങളൊക്കെ ഉള്ള പോലീസാണ്. ഇവരുടെ ഒരു സൗഹൃദത്തിൻ്റെയും ഇവരുടെ ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്തുള്ള അവരനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യം കൊണ്ടുമെല്ലാം വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ചെറിയ സിനിമ എന്നൊക്കെ പറയുമ്പം ഒരു എൻ്റർടൈനറാണ് എന്ന് നമുക്ക് പറയാം. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പുതിയ ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനർ സിനിമയാണ്. ഇപ്പം വലിയ തോതിൽ ത്രില്ലർ സിനിമകൾ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയുള്ള ചില മാധ്യമ ചർച്ചകളിൽ സിനിമകൾ, അതിലെ വയലൻസ്, അതിൻ്റെ ഒരു അനുപാതം ഇപ്പോൾ വളരെ കൂടുതലാകുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിലൊക്കെ വളരെ ലൈറ്റായിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് തിരിച്ചുമുഖത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന എന്നാൽ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന പുതിയ ആൾക്കാർ പലപ്പോഴും വളരെ ഈസിയായി സില്ലിയായി ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാണുന്ന ചില കാര്യങ്ങൾ ചെന്നൊരു പ്രശ്നത്തിലേക്ക് വീണാൽ അതിന് എന്തുമാത്രം ഗൗരവമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇത്. ബാക്കി ഇനി പറഞ്ഞതുപോലെ നാളെയാണ് ഇത്. ആടിൻ്റെയും അടികപ്പേരെ കൂട്ടമനിയുടെയൊക്കെ പോലുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിൽ സഹസംവിധായകനെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വിനയ്. അപ്പോൾ വിനയുടെ ആ ഒരു അനുഭവ പരിചയം, ഇവരുടെ സൗഹൃദം, ധ്യാനിൻ്റെ സ്ക്രിപ്റ്റ്, ഡാർവിൻ ചേട്ടൻ അതിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയാം. ഒറ്റയ്ക്കിരുന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. എന്നെ നോക്കിയേ അവർ മൈക്കോളൂ. നമസ്കാരം. അപ്പോൾ നാളെ
ഫെബ്രുവരി 28 ആപ്കൈ സേവ റിലീസ് ആകുന്നതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ബാക്കിയുള്ളവരോടും പടം കാണാൻ പറയണം. ഇതിൽ ടോണി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അക്ഷയ സെന്ററിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ഞങ്ങളൊക്കെ കൂടെ മുറിയിലിട്ട് നിർബന്ധിച്ച് പറയിക്കുന്നതെന്ന് തോന്നുന്നു. അക്ഷയ സെന്ററിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അപ്പോൾ എല്ലാവരും കാണുക. അപ്പം ചെറിയൊരു സിനിമയാണ്. ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഒറ്റ രാത്രി നടക്കുന്നൊരു സംഭവമാണ്. റിയൽ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമസ്കാരം. പറഞ്ഞ പോലെ നാളെ റിലീസാണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ത്രൂ ഔട്ട് എന്ന് പറയുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞ പോലെ ഒരു ദിവസം വൈകിട്ട് ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് എടാ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ആ പരിപാടിയുടെ റിലീസാണ് നാളെ. ആപ്കൈ സേവോ. ബിനോയ് എന്നാണ് ക്യാരക്ടറുടെ പേര്. എൻ്റെ വീട്ടിലൊക്കെ തന്നെ ഉള്ളൊരു ക്യാരക്ടറാണ്. അത് ബാക്കി കുറച്ചുകൂടെ കണ്ടു കഴിയുമ്പോൾ വിശദമായിട്ട് മനസ്സിലാവും. ഭയങ്കര എനർജിയുള്ള ഒരു ക്യാരക്ടറാണ്. പറഞ്ഞ പോലെ ഒരു സുഹൃത്തിൻ്റെ ബാച്ചിലർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പഴയ 2 സുഹൃത്തുക്കളെ കാണുന്നതും, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ബാച്ചിലർ പാർട്ടി, അവിടെ നടക്കുന്ന ഫൺ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വരെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഫണ്ണായിരിക്കും. ആ രാത്രി സേഫായി പോയി കഴിഞ്ഞാൽ സേഫായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പം ആ ഫണ്ണൊക്കെ അവിടെ നിന്ന് മാറും. അങ്ങനത്തെ കാര്യം സംഭവിക്കുന്നൊരു ദിവസമാണ് ക്രിസ്റ്റിയുടെ ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പം തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് പറ്റാവുന്നതുപോലെ നല്ലോണം ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ബാക്കി ഷെജീർ പറയും. നമസ്കാരം. എന്തായാലും ഇത് ധ്യാൻ്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. അല്ലെ, ധ്യാൻ്റെ ഫ്രണ്ടിന്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. ഇപ്പൊ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കാണും എന്നെല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പം 4 പേര് അറിഞ്ഞത് ധ്യാൻ്റെ കൂടെ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഇന്റർവ്യൂ സ്റ്റാറിൽ കൂടെ ഇരിക്കാനൊരു ഭാഗ്യം കിട്ടിയതാണ്. നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങളെല്ലാം ഒരു ലൈറ്റായിട്ടാണ് എടുത്തിരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങളെല്ലാവരും തന്ന ആ ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനം ഇതെല്ലാം വെച്ചിട്ട് പടം അത്യാവശ്യം നല്ല റീച്ച് എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പടം വലിയ മോശമില്ലാതെ വരും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഇപ്പം ആവശ്യമില്ലാത്ത ടെൻഷനും അതുകൊണ്ട് കൂടിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്ത്. നമസ്കാരം. അടിയപ്പിയൊരു കൂട്ടമണി തുടങ്ങിയിട്ടുള്ള പരിചയമാണ് ധ്യാനായിട്ടുള്ളത്. ആ സമയത്ത് തുടങ്ങി പറയുന്ന കുറേ കഥകളുണ്ട്. ശരിക്കും നടന്നതും ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിരുന്ന ഇഷ്ടംപോലെ കഥകളുണ്ട്. അതിൽ നമ്മുടെ ഈ ജനറേഷന് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലുള്ള സബ്ജക്റ്റാണിത്. വളരെ അത് സിനിമാറ്റിക് ആക്കി ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ പോലീസ് സ്റ്റേഷൻ സീക്വൻസുകളെല്ലാം. അപ്പോൾ അത് അങ്ങനെ റിലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഭയങ്കര പ്രതീക്ഷകളൊന്നും കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്നൊരു സബ്ജക്റ്റാണ്. നാളെ റിലീസാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനം ഉണ്ടാവണം. പ്രൊഡ്യൂസറുണ്ട്. Good afternoon, everyone. Really very happy to see, ഈ ഇത്ര വലിയ ഇത്രയും ക്യാമറ എടുക്കുന്നത് ഞാനിരിക്കുന്നത് വളരെ റെയറാണ്. ആദ്യത്തെ പടം 2 Men അതിന് ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇതേക്കുള്ള റീച്ച് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ധ്യാൻ സാറിനോട് ഇരിക്കുമ്പോഴത്തേക്കുള്ള ആ റീച്ച് ഉണ്ടല്ലോ, പവർ. പിന്നെ പിഷാരടി. സോ ഐ എം റിയലി വെരി ഹാപ്പി. നാളെ ഇറങ്ങുന്ന ഞങ്ങളുടെ സിനിമ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. വിജയിപ്പിക്കണം എന്ന് ഞാൻ ഒരു ടെൻഷനും ഇല്ല. സത്യം പറയാം, ഈ പടം വിജയിച്ചിരിക്കും എന്നാണ് എൻ്റെ കോൺഫിഡൻസ്. നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ആയാൽ നമുക്ക് ഇനിയും കൂട്ടായ്മയോടുകൂടി പടങ്ങൾ ഇനിയും എടുക്കാം. ജീവ ഒരു ആക്ടിങ് കാണുന്നില്ല ഈ സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി തകർക്കുന്നുണ്ടായിരുന്നല്ലോ. ശരിക്കും പറ്റിയോ?
സോ എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ പടം കാണാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ എല്ലാവർക്കും. ഇനി ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ ഇനിയും ഇതാക്കുന്നില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ടോണി ഡാവിൻ. മോന അതെൻ്റെ പപ്പയാണ്. നമ്മളാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് ഡി ഗ്രൂപ്പ് എന്നാണ്. നമ്മുടെ 12ാമത്തെ സിനിമയാണ്. അപ്പം നല്ല രീതിക്ക് വരും എന്നുള്ള ദൃഢമായ വിശ്വാസം എനിക്കുണ്ട്. ഞാനും ഒരു ചെറിയ വേഷം എന്നാ ചെയ്തിട്ടുണ്ട്. എൻ്റെ 4ാമത്തെ പടമാണ്. ആരും ഇതുവരെ പരിചയമില്ല. ഇതിലും ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. സോ hopefully in the coming years I will be active as an actor and as a producer. So looking forward for the best for this film. Thank you all.